കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡിനോയിഡ് ഹൈപ്പർട്രോഫിനെ പറ്റി സംസാരിച്ചു, അതിൻ്റെ സിംറ്റത്തെ പറ്റി സംസാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രേഷ്മ രാജീവ്, കൺസൾട്ടൻറ്റ് ENT സർജൻ, മാക്സ് കെയർ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്, കായംകുളം. അഡിനോയിഡ് ഹൈപ്പർട്രോഫി സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു രീതി എക്സ്റേ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കുറേ ടെക്നോളജി അഡ്വാൻസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എൻഡോസ്കോപ്സ് അവൈലബിൾ ആണ്. ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നമുക്കതിനെ ഡയറക്റ്റ്ലി വിഷ്വലൈസ് ചെയ്യുകയും ആ അഡിനോയിഡിൻ്റെ വലിപ്പം 1, 2, 3, 4 എന്ന ഗ്രേഡുകളിലേക്ക് നമുക്ക് ഗ്രേഡ് ചെയ്യാനും സാധിക്കും. എന്നാൽ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്? സിംറ്റംസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന പോലെ സിംറ്റം ഉണ്ടെങ്കിൽ കുട്ടിക്ക് സർജറിയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. അല്ല, നമ്മൾ ഇൻസിഡൻ്റലി ആണ് ഈ ഒരു അഡിനോയിഡ് ടിഷ്യൂ, അതായത് ലിംഫോയിഡ് ടിഷ്യൂ ആണ് അഡിനോയിഡ് എന്ന് പറയുന്നത്, ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ഒരു 1 to 3 months കൊടുത്ത് സൈസ് റിഗ്രസ് ആവുന്നു എന്ന് റിപ്പീറ്റ് എൻഡോസ്കോപ്പി ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇല്ല, കുട്ടീന് കേൾവിക്കുറവ് അല്ല, ഒത്തിരി ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട്, പല്ലുന്തുന്നുണ്ട്, ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ENT ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ഇവാലുവേറ്റ് ചെയ്ത് അഡിക്വേറ്റ് മാനേജ്മെൻറ്റ് നടത്തേണ്ടതാണ്. താങ്ക് യു.